ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു 2 ഡേയ്സ് മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബിച്ചീന ബിച്ചി എന്ന് പറയുന്ന ലേഡീൻ്റെ ഏതോ ഒരു വാലേ തൂങ്ങി എന്നെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാലേ തൂങ്ങി ആരാന്നുള്ളതിനെ പറ്റി ബിച്ചീന ബിച്ചി എന്ന് പറയുന്ന പരട്ടത്തള്ള ഒരു എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. നമുക്കൊന്ന് കണ്ടുനോക്കാം. മാല പാർവതിയുടെ കെട്ടുണ്ട്. ഹായ്, റീച്ച് ഉണ്ടാക്കാൻ കുറേ ന്യൂ യൂട്യൂബേഴ്സും അത്തി തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ കണ്ടടേ, ഞാനത് താൻ അയച്ചെന്നത് തന്നെ ഞാനത് കണ്ടായിരുന്നു. അതിനൊന്നും നമ്മൾ വിട്ടുകളയുന്ന ഗ്യാസ് ഉണ്ടല്ലോ, കുശു വളി, അതിൻ്റെ വില പോലും കൊടുക്കരുത്. നമ്മളൊരു വളി വിട്ടാൽ അതിനൊരു വാല്യൂ ഉണ്ടാവും, ആ വാല്യൂ പോലും അതിന് കൊടുക്കരുത്. അമ്മാതിരിയുള്ള വളി സാധനങ്ങൾ ഇവിടെ ഇരുന്ന് കുരക്കിട്ട് പിന്നെ ഏതോ ഒരു ഗൂത്തിച്ച് ആരണ്ട് വിളിച്ചെന്തരാ വരട്ടിയെന്നു കണക്കായിപ്പോയി. അപ്പോൾ എനിക്ക് അത്ര ആരാധകരുണ്ടെന്നല്ലേ അർത്ഥം. സൂക്ഷിച്ചോടി, നമ്മൾ വിരലിനൊടിച്ചാൽ നിനക്ക് ഇടി കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായില്ലേ. നമ്മളൊന്ന് അങ്ങോട്ട് പോകണ്ടടി, അവർ വന്ന് നിനക്ക് ഇടി തരും. അത് നന്നായി. എനിക്കത് ആരായിരുന്നല്ലോ, എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു. ത്രട്ടനെ ചെയ്തുള്ളൂ, 2 പൊട്ടിക്കണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നടന്നില്ലല്ലോ. അപ്പോൾ ഈ പരട്ടത്തള്ള ഇതിനകത്ത് പറയുന്നത് പുള്ളിക്കാരുടെ ഒരു ഫാൻ, എൻ്റെ ഒരു ഫാൻ ആണ് നിന്നെ ഭീഷണിപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്നെ തൊട്ട് കളിച്ചാൽ കളി മാറും നിനക്ക് മനസ്സിലായല്ലോ എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫാൻ ആരാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഈ ബിച്ചീന ബിച്ചി എന്ന് പറയുന്ന ലേഡി അംഗമായിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അക്സ എന്ന് പറയുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് ഈ ബിച്ചീന ബിച്ചിയും. അതിലൊരു അഡ്മിനാണ്. അപ്പോൾ ഉറ്റ സുഹൃത്താണ്. ജിന്ന് എന്ന് പറയുന്ന ബഹുബീജ ജാതൻ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു ഉറ്റ സുഹൃത്താണ് ഈ ജിന്ന് എന്ന് പറയുന്ന ഒരാൾ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും ആരാണ് സംഭവം എന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെതിരെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ കോടതി നിയമവും നിയമവ്യവസ്ഥയൊക്കെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടുള്ളതല്ല എന്ന് എനിക്കൊന്ന് മനസ്സിലാക്കി തരണം നിങ്ങളെ. ഓക്കെ.